Hello, my dear champions. എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം, my dear champions. അതിനുപരി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് a very very warm welcome. എല്ലാവരും പേപ്പറും പെന്നൊക്കെ എടുത്ത് സൂപ്പർ ഡൂപ്പർ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് പേപ്പറും പെന്നും എടുക്കണത്? കവിത എഴുതാനല്ല. ടു ക്ലിയർ യുവർ ഡൗട്ട്സ് ഒക്കെ നോട്ട് ചെയ്യുക മക്കളെ ക്ലാസ്സിൽ കയറുമ്പോൾ. ഓക്കെ, അത് ഈ ക്ലാസ് മാത്രമല്ല, അത് ഏതൊരു ക്ലാസ് ആയാലും മൈ ഡിയർ സ്റ്റുഡൻറ്, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഒരു കൊച്ചിൻ്റെ ക്യൂരിയോസിറ്റി വേണം, ഒരു കൊച്ചിൻ്റെ ഇൻക്വിസിറ്റീവ്നെസ് വേണം നിങ്ങൾക്ക്, അല്ലേ? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, അയ്യോ ഞാൻ ചോദിക്കണ പൊട്ടത്തരമാണോ? സാറിന് എന്തെങ്കിലും തോന്നുമോ? അവാർഡൊന്നും കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഡൗട്ട് ചോദിച്ചതിന് ആരെയും നിങ്ങൾക്ക് നോബൽ പ്രൈസ് മേടിച്ചു തരുമോ? ഏറ്റവും നല്ല ഡൗട്ട് ചോദിച്ചതിന്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്ക് അറിവ് നേടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അത് ഡൗട്ട് ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു വലിയൊരു തെറ്റ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനടക്കം ഇതിൽ കൂടെ പോയതാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാവും, പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കും. ഓക്കെ ഫൈൻ, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആയിരിക്കാം, നമ്മളെ തന്നെ ഒന്ന് കൺവിൻസ് ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, പക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ ഇതിങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ അസ്യൂം ചെയ്ത് പോവാം തൽക്കാലം. അത് വലിയൊരു തെറ്റിലേക്ക് ചിലപ്പോൾ ഭാവിയിൽ പോവാം. നിങ്ങൾ വിചാരിച്ചു വെച്ച കോൺസെപ്റ്റ് ആയിരിക്കില്ല, ചെറിയ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ മിസ്സായി പോയി കാണും. അപ്പം അതുകൊണ്ടാണ് അറിവുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന്, നിങ്ങളിലും അറിവുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്. അതിപ്പോൾ കെമിസ്ട്രി മാത്രമല്ല, അത് വാട്ട് എവർ ബി ദ സബ്ജക്ട്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അത് എന്തുമായിക്കോട്ടെ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ഇറ്റ് ക്ലിയർഡ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. പുതിയ മക്കളുണ്ടെങ്കിൽ എല്ലാ പുതിയ മക്കൾക്കും വെരി വെരി വാം വെൽക്കം. ഓക്കെ, വേദാന്തു ഫാമിലിയിലേക്ക് ഒരു വലിയൊരു കെട്ടിപ്പിടുത്തവും. ഓക്കെ, ആൻഡ് വെൽക്കമിങ് ഓൾ മൈ ഡിയർ ചാമ്പ്യൻസ് ടു ദ ക്ലാസ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലായ്പ്പോഴും പോലെ. എൻ്റെ പേര് സുദർശൻ, കെമിസ്ട്രിയുടെ മാസ്റ്റർ ടീച്ചറാണ് വേദാന്തുവിലെ. ഇഷ്ടംപോലെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പറയാനും ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയായിട്ടുള്ള ഒരു സെഷൻ തന്നെ ഞാൻ നടത്തുന്നുണ്ട്. ഐ എം പ്ലാനിങ് ഫോർ ഇറ്റ്. ഓക്കെ സാർ, നിങ്ങൾ വിചാരിക്കുന്നത് സാർ എല്ലാ ക്ലാസ്സിലും പറയണ്ടല്ലോ, സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, വരും, എന്തായാലും വരും. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പഠിച്ചതും കൂടി പറയാം മക്കളെ. ഞാൻ പഠിച്ചത് ബിച്ച് പിലാനിയിൽ നിന്നാണ്. ഓക്കെ, ബിച്ച് പിലാനി കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ ദ കൺട്രി ഫോർ എഞ്ചിനീയറിംഗ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയും, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്, ഇഫ് യു ആർ ട്രൈങ് ടു ഗെറ്റ് സംതിങ്, ഇഫ് യു ആർ ട്രൈങ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, ഒബ്വിയസ്ലി യു ഷുഡ് ട്രൈ ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. ട്രൈ ടു ഗെറ്റ് യുവർ എഡ്യൂക്കേഷൻ ഫ്രം ദ ബെസ്റ്റ് കോളേജ്. ഇത് നിങ്ങളുടെ മനസ്സിൽ സിമെന്റ് അടിച്ച് വെക്കുക. ഓക്കെ, ഒട്ടിച്ച് വെക്കുക മക്കളെ. ട്രൈ ടു ഗെറ്റ് യുവർ എഡ്യൂക്കേഷൻ ഫ്രം ദ ബെസ്റ്റ് കോളേജ്. അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും, ഉറപ്പ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്കൊരു പണി തരാൻ പോവാണ്. എല്ലാ പ്രാവശ്യവും പണി തന്നെ ഉണ്ട് സാറ്. ഈ പ്രാവശ്യവും ഞാൻ ആ പണി തരുന്നു. ആ പണി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ബിക്കോസ് വി ആർ ഫ്രണ്ട്സ്, വി ഫാമിലി, മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് വളരണം, അല്ലേ? അപ്പോൾ ഇത് മൊത്തം ഈ ചാനലിൻ്റെ മൊത്തം സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ചാനലിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അനിവാര്യമാണ്, വളരെയധികം ആവശ്യമാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ച നമ്മൾ തന്നെ നോക്കണ്ടേ, അല്ലേ? ഗുഡ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം എന്ന് പറയുമ്പോൾ എന്താണ് സാറേ? കാര്യത്തിലോട്ട് കിടക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? തിങ്സ് യു വിൽ ലേൺ ഇൻ ടുഡേസ് സെഷൻ. Problems based on KGF അല്ല, KTG മൈ ഡിയർ സ്റ്റുഡൻസ്. കെ എന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നതാണ് KGF. KTG എന്താണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. റിമെമ്പർ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എൻ്റെ തിയറി തന്നിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ തിയറിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞില്ലേ? കാര്യം ഈ ക്ലാസ്സിൽ അതിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസും വരാൻ പോകുന്നത്, അടുത്ത ടോപ്പിക്കും റിലേറ്റഡ് ആണ് ഇതായിട്ട്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, പിന്നെയുള്ളത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു
ഷേക്സ്പിയറിൻ്റെ നോവൽ വായിച്ച പോലെ ഇല്ലേ, വളരെ ഈസിയാണ്, ഇത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ടൈപ്സ് ഓഫ് മോളിക്കുലാർ സ്പീഡ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എക്സാംസിന് വരിക. ഓക്കെ, ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, ടൈപ്സ് ഓഫ് മോളിക്കുലാർ സ്പീഡ്സ്. വളരെ ഈസി ടോപ്പിക്കാണ്, എല്ലാവരും റെഡി സ്റ്റഡി ആയിട്ടിരുന്നോളൂ. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം, നമുക്ക് ചെറിയൊരു റീപ്ലേ വേണ്ടേ, ചെറിയൊരു റീക്യാപ്പ് വേണ്ട മക്കളെ. റീക്യാപ്പ് ഇല്ലാതെ എന്ത് കാര്യമല്ലേ, ചെറിയൊരു റീക്യാപ്പ് നടത്താം ഫോർമുലാസിൻ്റെ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തില്ലല്ലോ മക്കളെ. അപ്പോൾ ചെറിയൊരു റീക്യാപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച ഫോർമുലാസ് ഒന്നുമില്ല, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് പഠിപ്പിച്ചത്, അതറിയാം നിങ്ങൾക്ക്. അതിനെ ബേസ് ആയിട്ടുള്ള ഫോർമുലാസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ഒരു റീക്യാപ്പ് മക്കളെ, ജസ്റ്റ് ഒരു റീക്യാപ്പ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി തുടങ്ങിക്കോ, ഞാനിവിടെ എഴുതാം മക്കളെ. വി നോ ദാറ്റ് ഇഷ്ടംപോലെ അസംഷൻസ് ഉണ്ടായിരുന്നു. അസംഷൻസ് ഒന്നും ഞാനിവിടെ എഴുതുന്നില്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, one of the main result of kinetic theory of gas was PV is equal to 1/3 into m into n into URMS the whole square. m എന്താണ്? mass of one particle. n എന്താണ്? number of particles. പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആവാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആവാം, അത് എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ചു കൈനറ്റിക് എനർജി. Kinetic energy is equal to half into m into n into URMS the whole square. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ഓൾറെഡി തന്നിരുന്നു മക്കളെ. And that is nothing but 3/2 of this value. This value is nothing but 3/2 of this value, my dear students. This value is nothing but 3/2 of this value, my dear students. So that is equal to 3/2 into PV, and that is equal to 3/2 into nRT, my dear students. And this formula is valid for n moles. For n moles, kinetic energy is given as 3/2 nRT. It only depends on the temperature in Kelvin, my dear students. അല്ലേ? അത് തന്നെ for 1 mole ആണെങ്കിൽ എന്താണ് മക്കളെ? അത് തന്നെ for 1 mole ആണെങ്കിൽ kinetic energy for 1 mole will be 3/2 RT, my dear students. And that is for 1 mole, my dear champions. That is for 1 mole, my dear students. Yes or no, my dear champions? ഇത് തന്നെ 1 molecule ആണെങ്കിൽ അല്ലെങ്കിൽ 1 particle ആണെങ്കിൽ എന്താണ് മക്കളെ? ഇത് തന്നെ 1 particle ആണെങ്കിൽ 3/2 KT എന്ന് കിട്ടും. 3/2 KT എന്ന് കിട്ടും. K എന്താണ്? KGF-ന്റെ K ആണോ? അല്ല. K എന്താണ്? Boltzmann's constant. 3/2 KT. This is for 1 particle or 1 molecule. Okay, my dear students? Yes or no, my dear champions? മറക്കരുത് ഈ ഫോർമുലാസ്. ഈ 3/2 RT എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ half into m into URMS the whole square എന്ന് കൊടുക്കാം. കാര്യം ഇത് 1 mole ആണെങ്കിൽ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? അവോഗാഡ്രോ നമ്പർ ആവും. സോ മാസ് ഓഫ് 1 particle m into Avogadro number is what? That is nothing but molecular mass. Got it, my dear students? ഇത് മൊത്തം നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ് നിങ്ങൾ പഠിച്ചത്? ഇതിന്ന് നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഫോർമുലാസ് ആർ ആക്ച്വലി വാലിഡ് ഓൺലി ഫോർ മോണോ അറ്റോമിക് ഗ്യാസസ്. അത് മറക്കരുത്. ദീസ് ഫോർമുലാസ് ആർ വാലിഡ് ഫോർ മോണോ അറ്റോമിക് ഗ്യാസസ്. ഡയറ്റോമിക് ട്രയറ്റോമിക്നൊക്കെ ഫോർമുലാസിന് സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കും. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോട്ടോ. കാര്യം ചിലയിടത്ത് നിങ്ങൾ കാണാം ഈ ഫോർമുലാസ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യണേന്ന്. ബട്ട് ടെക്നിക്കലി സ്പീക്കിംഗ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഫോർമുലാസ് ആർ വാലിഡ് ഫോർ മോണോ അറ്റോമിക് ഗ്യാസസ് ഓൺലി.
ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം എന്ന് വെച്ചാൽ എന്താണ്? പുതിയ പിള്ളേർക്ക് പായസം എന്താണെന്ന് അറിയില്ലല്ലോ. പായസം എന്ന് ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസ് ആണ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു റൂൾ ഉണ്ട്. അത് എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ക്ലാസ്സിലും ആദ്യം നിങ്ങൾ തന്നെ സ്വയം പായസം ഉണ്ടാക്കാൻ നോക്കുക. ട്രൈ ടു ഡു ദ ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. എന്നിട്ട് എൻ്റെ പായസം ടേസ്റ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പായസം തന്നെ പാലട ആവും അല്ലേ? പാലട എന്ന് ഉദ്ദേശിച്ചത് നല്ല പായസം, അതായത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ എവ്രിവൺ ലുക്ക് ഓവർ ഹിയർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. ഈ ഫോർമുലാസിനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ നമ്മൾ കണ്ടതാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ഇറ്റ്. പുതിയ പിള്ളേരോട് പ്രത്യേകിച്ച്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് പായസം. Average molar kinetic energy of carbon monoxide and nitrogen at same temperature is. എൻ്റെ മക്കളെ, ഇത്ര സിമ്പിൾ ആയിട്ടൊക്കെ തന്ന നമ്മൾ എന്താ 6 അടിച്ച് തൂഫാനാക്കി കളയാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇത് കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആണ് ചോദിച്ചേക്കുന്നത്. യു നോ ദാറ്റ് kinetic energy depends only on the temperature. But temperature is same ആണെങ്കിൽ obviously kinetic energy will be same. Definitely the answer is this, my dear students. അല്ലേ? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? മോളാർ ആണ് ചോദിച്ചേക്കണത്. അതായത് 1 mole. Kinetic energy for 1 mole is what? 3/2 RT. It just depends on temperature. 1 mole of a ഗ്യാസിന്റെ ഐഡിയൽ ഗ്യാസിന്റെ, ഇതൊക്കെ ഐഡിയൽ ഗ്യാസ് ആണ് മക്കളെ. 1 mole of an ideal ഗ്യാസിന്റെ kinetic energy is 3/2 RT. It does not depend on anything else. Just depends on temperature. So kinetic energies will be same. വളരെ സിമ്പിൾ ആയിട്ടുള്ള പായസം. ഇതൊക്കെ സേമിയ പായസമാണ്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ kinetic energy in joules of 8 grams of methane at 27 degrees Celsius. Calculate the kinetic energy in joules of 8 grams of methane at 27 degrees Celsius, my dear students. എങ്ങനെയായിരിക്കും ചെയ്യുക മക്കളെ? എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? ഫോർമുല അപ്ലൈ ചെയ്യുക. നമുക്കറിയാം കൈനറ്റിക് എനർജി ഹാസ് ദ ഫോർമുല 3/2 nRT. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ നേരത്തെ സാറ് ഇത് 3/2 RT, ഇപ്പൊ ഏതാണ് 3/2 nRT? മറ്റേത് 1 mole ആയിരുന്നു. മോളാർ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. ഇവിടെ ഇപ്പൊ n മോൾസ് 8 grams തന്നുണ്ട്. 8 grams എത്ര മോൾസ് ആണ്? നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. n is equal to given weight by molecular weight. Molecular weight of methane എത്രയാ മക്കളെ? 16. അപ്പൊ ഇവിടെ 8/16, that is equal to 1/2. അപ്പൊ കൈനറ്റിക് എനർജി എത്രയാ മക്കളെ? കൈനറ്റിക് എനർജി is equal to 3/2 into 1/2 into R. ജൂൾസിലാണ് വേണ്ടത്. ജൂൾസിലാണെങ്കിൽ R ന്റെ വാല്യൂ എത്രയാ? 8.314 into temperature 27 degrees Celsius. 27 എടുത്താൽ മൂക്കിടിച്ച് ഞാൻ പരത്തും. 27 degrees Celsius is what? 300 Kelvin. അപ്പൊ 300 ഇവിടെ ഇടുക. ഓക്കെ, ഇത് എത്രയാ? 2400, 2400 by 4, 600. ഒരു മിനിറ്റ്. 25,000, 2,40,000. എത്ര കിട്ടും? 60,000. 18ന്റെ രൂപത്തിൽ വരുമായിരിക്കും അല്ലേ? ഈ രണ്ട് വാല്യൂസിന്റെ ഏതെങ്കിലും അടുത്തായിരിക്കും വരണത്. ഞാൻ മനക്കണക്കാണ് മക്കളെ. 3/4, 24. I think 1872 will be the answer, my dear students. 1872 ആയിരിക്കും ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. 1872 is the answer. ഒന്നുമില്ല, കാൽക്കുലേഷൻ. ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ തന്നെ പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നിങ്ങൾ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കളയല്ലേ കേട്ടോ. കാര്യം ഇതിൽ ഓപ്ഷൻസ് ഭയങ്കര ക്ലോസ് ആണ്. 1872, 1866, 1900, 1000. ഇപ്പൊ ഈ 1000 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 ഓപ്ഷൻസും ആക്ച്വലി വെരി ക്ലോസ് ആണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 8.314 8 എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കി. 8 into 3 is 24. 2400.
8 into 3 is 24, 100 into 3 by 4 എന്നുള്ളത് ചെയ്യാൻ നോക്കി. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യത കാര്യം ഈ വാല്യൂസ് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ അപ്രോക്സിമേഷൻസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ലെറ്റ്സ് get into the next question. Helium atom is 2 times heavier than hydrogen molecule. ശരി, അപ്പോൾ അവർ പറഞ്ഞിട്ട് വേണം നമുക്കറിയാനായിട്ട്. നമുക്കറിയാം അല്ലേ? At 298 Kelvin, the average kinetic energy of the helium atom is. At 298 Kelvin, the average kinetic energy of helium atom is. നമ്മളെ തള്ളി കുഴിയിലിടാൻ നോക്കിയതാ. അമാരിങ്ങനെയൊക്കെ തരും. Helium atom is 2 times heavier than hydrogen. At 298 Kelvin, the average kinetic energy of helium atom is. വളരെ സിമ്പിൾ ആണ് മക്കളെ. It's same as that of hydrogen molecule. എന്തുകൊണ്ടാണ് മക്കളെ? Because it just depends on temperature. It just depends on temperature, my dear students. It does not depend on anything else, my dear champions. Helium atom is 2 times heavier than hydrogen molecule. At 298 Kelvin, the average kinetic energy of the helium atom is. Okay, my dear students. Is same as that of hydrogen molecule. Okay, my dear champions. Got it? Purida? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. Maxwell Boltzmann distribution of molecular speeds. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒന്നുമില്ല, ചെറിയ ഗ്രാഫ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഓട്ട മത്സരം നടത്താം. 5 പേരുണ്ടെന്ന് വിചാരിക്കാം. 5 പേരുടെ ഒരു ഓട്ട മത്സരം. 5 പേര് ആരൊക്കെയാ? 5 പേര് ശരി, ബിലാൽ, എഡ്ഡി, മുരുകൻ, ബിജോ, ടോണി. ഓക്കെ, ഇവരൊക്കെ ആരൊക്കെയാന്നുള്ളത് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ 5 പേരുടെ ഓട്ട മത്സരം നടത്തിയപ്പോൾ അവരുടെ സ്പീഡെല്ലാം നോട്ട് ചെയ്തു. ഓക്കെ, ബിലാലിന് 5 സ്പീഡ്. ഓക്കെ, ലെറ്റ്സ് സേ ഇറ്റ്സ് ലൈക്ക് 5 meter per second or something. പിന്നെ എഡ്ഡിക്ക് 5, മുരുകൻ 5, പിന്നെ ആരാ? ടോണി കുറച്ച് പതുക്കെയാണ് 2, പിന്നെ ഒരുത്തൻ ഭയങ്കര സ്പീഡുള്ളവനാണ് 10. ഓക്കെ, ഇതാണ് സ്പീഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് 5 റീഡിങ്. ഒരുത്തൻ്റെ 5 meter per second, മറ്റവൻ്റെ 5 meter per second, മറ്റവൻ്റെ 5 meter per second, പിന്നെ ഒരുത്തൻ 2, പിന്നെ ഒരുത്തൻ 10. ഇതൊരു ഡേറ്റയാണ്. ഈ ഡേറ്റയിൽ നിന്ന് മക്കളെ എനിക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. There are 3 kinds of speeds. One is most probable speed. One is most probable speed. Most probable speed എന്ന് പറയുമ്പോൾ എന്താ? VMP എന്നിടാം, VMPS എന്നിടാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഇടാം. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഈ ഡേറ്റയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്പീഡ് ഏതാ മക്കളെ? ഈ ഡേറ്റയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്പീഡ് ഏതാ മക്കളെ? എല്ലാവരും നോക്കുക. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്പീഡ് ഏതാ? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, VMPS ഇടാം, VMP ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ VP ഇടാം, is equal to 5. എന്തുകൊണ്ടാണ് അത് 5 ആയത് മക്കളെ? കാര്യം 5 ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഈ 5 എണ്ണത്തിലെ 3 പേരുടെ സ്പീഡ്, ബിലാലിന്റെയും എഡ്ഡിയുടെയും മുരുകന്റെയും സ്പീഡ് 5 ആണ് മക്കളെ. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്പീഡ് ഏതാണ്? 5. പിന്നെയുള്ളത് ആവറേജ് സ്പീഡ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ആവറേജ് ഇസ് നത്തിങ് ബട്ട്, ഇതിന്റെ എല്ലാവരുടെ ആവറേജ് എടുക്കുക.
ഇതിന്റെ എല്ലാത്തിന്റെ ആവറേജ് എടുക്കുക മക്കളെ. ഇതിന്റെ എല്ലാത്തിന്റെയും ആവറേജ് എടുക്കുക മക്കളെ. ഇതിന്റെ എല്ലാത്തിന്റെയും ആവറേജ് എടുക്കുക. ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എത്ര മക്കളെ? ഇതിന്റെ എല്ലാത്തിന്റെ ആവറേജ് എടുക്കുക. 5 + 5 + 5 + 2 + 10. 5 + 5 + 5 + 2 + 10 divided by 5. Divide by 5 എന്താ കാര്യം? ആവറേജ് എന്ന് വെച്ചാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ദ നമ്പർ. സോ 5, 10, 15, 17, 27, 27 divided by 5. 27 divided by 5 എന്ന് പറയുമ്പോൾ എത്ര? 5.4 വരും അല്ലേ? 5.4 വരും. ഓക്കെ, ഫൈൻ. ഇനി വേറെ ഒന്നും കൂടി പറയാം, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എത്രയാണ് മക്കളെ? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. റൂട്ട് ഓഫ് ഈ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുക്കുക. ഈ സ്പീഡ്സിന്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുക്കുക മക്കളെ. +2 സ്ക്വയർ +10 സ്ക്വയർ divided by total number. Yes or no, my dear students? Fine. ഇതെത്ര? 25, 75, 79, 179 by 5. 179 5 by 5 എന്ന് പറയുമ്പോൾ 5, 3, 25, 3, 20, 29. നമുക്ക് ഏതാണ്ട് 35, √35 ഏതാണ്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ക്ലോസ് ടു, നമുക്കൊരു ക്ലോസ് ടു ഓക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 5.9 എന്ന് എടുക്കാം. ഐ തിങ്ക് ഇറ്റ്സ് 5.98. അപ്രോക്സിമേറ്റ്ലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5.98 എന്ന് എടുക്കാം. ഓക്കെ, ബേസിക്കലി ഞാൻ ഈ വാല്യൂ കണ്ടുപിടിക്കണം എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ 3 types of velocities. These are 3 types of velocities which are present in a set of velocity. ഒരു സെറ്റ് ഓഫ് സ്പീഡ് എടുക്കുകയാണെങ്കിൽ ഈ 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? ഒന്ന് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്താണ് മക്കളെ? ഏറ്റവും കൂടുതൽ കണ്ടുവരാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ചാൻസ്, ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്ത സ്പീഡ്. പിന്നെ ആവറേജ് സ്പീഡ്, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. പിന്നെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനേലും വലുതായിരിക്കും ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡിനേലും വലുതായിരിക്കും റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. ഇനി ഈ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഗ്യാസസിലേക്ക് ഇടുകയാണ്. അതായത് ഒരു കണ്ടെയ്നറിൽ കോടിക്കണക്കിന് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കോടിക്കണക്കിന് ഗ്യാസ് പാർട്ടിക്കിൾസിന് എല്ലാത്തിനും അതിൻ്റെതായ സ്പീഡുകളും ഉണ്ട്. അപ്പൊ അവർക്കും ഉണ്ടാവില്ലേ മോസ്റ്റ് പ്രോബബിൾ സ്പീഡും ആവറേജ് സ്പീഡും റൂട്ട് മീൻ സ്ക്വയർ സ്പീഡും? ഞാൻ ആ സ്പീഡുകൾ വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സ്പീഡുകൾ വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്ത് ഗ്രാഫ്? y ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് മൂവിങ് അറ്റ് എ സ്പീഡ് v. x ആക്സിസിൽ സ്പീഡ് ഓർ വെലോസിറ്റി. സ്പീഡ് ഓർ വെലോസിറ്റി എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു ബെൽ കർവ് ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ലൈക്ക് എ ബെൽ കർവ്. ബെൽ കർവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം മക്കളെ. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഒരു ബെല്ലിന്റെ ഷേപ്പിൽ ഒരു കർവ് ആയിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം മക്കളെ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്? എന്താണ് ഇങ്ങനെ ഒരു ഗ്രാഫിന്റെ അർത്ഥം? ഇതിപ്പോ ഏത് ഗ്യാസിന്റെ പ്ലോട്ട് ചെയ്താലും ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? നോക്കൂ, y ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് മൂവിങ് അറ്റ് സ്പീഡ് v, x ആക്സിസിൽ വെലോസിറ്റി. അതായത് ഞാനിപ്പോ ഇങ്ങനെ ഒരു വെലോസിറ്റി എടുക്കാന്ന് വിചാരിക്കാം, ഇവിടെ ഒരു വെലോസിറ്റി എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു u1 വെലോസിറ്റി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ u1 വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ഇത്രയായിരിക്കും. അതായത് ഇത്രയും ഫ്രാക്ഷന് മാത്രമേ u1 വെലോസിറ്റി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഫ്രാക്ഷൻ ലെറ്റ് us say something like 1/1000 ആണെന്ന് വിചാരിക്കുക. അതായത് only 1/1000 of the total particles will have this velocity. അതായത് നമുക്കിപ്പോ 10⁸ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 10⁸ പാർട്ടിക്കിൾസിൽ 1/1000 പാർട്ടിക്കിൾസ് 1/1000 ഓഫ് ദിസ് 10⁸ അതിന് മാത്രമേ ഈ u1 വെലോസിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളത് ലെറ്റ്സ് ടേക്ക് another വെലോസിറ്റി. ഒരു u2 വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ കുറച്ചും കൂടി ഹയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us say this is like something like 1/800 or something.
അതായത് 1/800 ഓഫ് ദിസ് 10 power 8. 10 power 8 ഒരു റാൻഡം നമ്പർ തന്നതാണ്. 1/800 ഓഫ് ദിസ് 10 power 8 particles will have u2 velocity. അങ്ങനെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം there is a velocity which has maximum fraction. ഈ ഒരു ലൈൻ നോക്കൂ, ഈ ഒരു ഹൈറ്റ് നോക്കൂ മക്കളെ. This is the velocity that has or that is taken by maximum fraction of particles. അതായത് ഇതാണ് ഹൈയസ്റ്റ്. അപ്പൊ ഇതായിരിക്കില്ലേ നിങ്ങളുടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു ഗ്രാഫില് ഇഫ് ദേ ആർ ആസ്കിങ് യു, എക്സാമിന് നിങ്ങളോട് ചോദിച്ചു വാട്ട് ഇസ് മാർക്ക് ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മാർക്ക് ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ നേരെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളവന്റെ വെലോസിറ്റി എടുക്കുക. വെലോസിറ്റി എക്സ് ആക്സിസിലാണ് കേട്ടോ, വെലോസിറ്റി ഇവിടെയല്ല. ദിസ് ഇസ് y ആക്സിസിൽ ഫ്രാക്ഷൻ ആണ്. ദിസ് ഇസ് ബേസിക്കലി ദ ഫ്രാക്ഷൻ. ദിസ് ഇസ് ദ വെലോസിറ്റി. സോ ദിസ് ഇസ് vp എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. vp is equal to most probable velocity. It can also be written as vmps അല്ലെങ്കിൽ vmp, എങ്ങനെ വേണമെങ്കിലും ഇടാം. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി അതിനേലും കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആവറേജ് വെലോസിറ്റി ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. RMS വെലോസിറ്റി അതിനേലും കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് RMS വെലോസിറ്റി ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ എല്ലാ ഗ്യാസസിന്റെ കേസിലും ഇങ്ങനെയായിരിക്കും. അതെ, എല്ലാ ഗ്യാസസിന്റെ കേസസിലും ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഗോട്ട് ഇറ്റ്? ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതായത് അവര് ബേസിക്കലി ഇങ്ങനെ ഒരു ഗ്രാഫ് വരും മക്കളെ. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് എങ്ങനെ ഗ്രാഫ് വരും കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്രാഫ് അവന്മാര് വരും. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് അവന്മാര് 3 പോയിന്റ് വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് അവന്മാര് ചോദിക്കും ദിസ് ഇസ് 0.1, ദിസ് ഇസ് 0.2, ദിസ് ഇസ് 0.3. ഇതിൽ ഏത് പോയിന്റ് ആണ് RMS, ഇതിൽ ഏത് പോയിന്റ് ആണ് ആവറേജ് വെലോസിറ്റി, ഇതിൽ ഏത് പോയിന്റ് ആണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി? ഒബ്വിയസ്ലി 1 is most probable velocity, 2 is average velocity, 3 is RMS velocity. Velocity na u ആയിട്ടോ v ആയിട്ടോ എടുക്കാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ സംഭവങ്ങൾ. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓടുന്ന വെലോസിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, ആവറേജ് എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ യു ടേക്ക് ദി ആവറേജ്, ആവറേജ് എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? സോ എല്ലാവരും ഈ ഗ്രാഫ് ഒന്ന് പഠിക്കുക മക്കളെ, എല്ലാവരും ഈ ഗ്രാഫ് ഒന്ന് പഠിക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അപ്പൊ ഈ ഗ്രാഫിലെ ഏറ്റവും മറ്റേ ഹൈറ്റ് ഉള്ള ഫ്രാക്ഷന്റെ വെലോസിറ്റിയാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഗോട്ട് ഇറ്റ്? പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ആവറേജ് വെലോസിറ്റി ഉണ്ടാവും, അതിന്റെ തൊട്ടപ്പുറത്ത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു കാര്യമല്ല, പല കാര്യം മനസ്സിലാക്കാം ഇതിന്ന്. അണ്ടർസ്റ്റാൻഡ് that VMPS most probable speed അല്ലെങ്കിൽ most probable velocity is lesser than average velocity is lesser than VRMS. മറക്കരുത് മക്കളെ. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ് സാറേ ടൈപ്സ് ഓഫ് മോളിക്കുലാർ സ്പീഡ്സ്? ഈ ടൈപ്സ് ഓഫ് മോളിക്കുലാർ സ്പീഡ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ കാണിച്ച പെടാപ്പാടൊക്കെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ സ്പീഡിന്റെ ഒക്കെ ചെറിയ ഫോർമുലാസ് ഉണ്ട്. ഇതിനൊക്കെ ഒരു ഫോർമുലാസ് ഉണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി സയൻസിൽ എന്ത് പറഞ്ഞാലും മാത്സ് കയറി വരും അല്ലേ? സയൻസിന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാലും മാത്സ് വേണ്ടി വരും. മാത്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ്. അപ്പൊ എല്ലാവരും നോക്കുക മക്കളെ, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് √3RT/m. എം എന്താണ് മക്കളെ? മോളിക്കുലാർ മാസ് ആണ് കേട്ടോ. M is nothing but molecular mass, molar mass, my dear students. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇതെങ്ങനെ കിട്ടുക സാറേ?
വളരെ സിമ്പിളാണ്. നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല മക്കളെ. നിങ്ങൾക്ക് ഈ ഫോർമുല ഓർമ്മയുണ്ടോ? ഈ ഫോർമുല ഓർമ്മയുണ്ടോ മക്കളെ? ഈ ഫോർമുല ഓർമ്മയില്ലേ? ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ 2 ക്യാൻസൽ ചെയ്യുക. ഓക്കെ, URMS the whole square എത്രയാണ് മക്കളെ? URMS the whole square എത്രയാണ്? It will be equal to 3RT by M. 3RT by M. അപ്പൊ URMS എത്രയാ മക്കളെ? URMS is equal to root of 3RT by M. ഡൺ ഡണാഡൻ. പുരിയുതാ? അങ്ങനെയാണ് ധവനെ കിട്ടിയത്. എവനെ കിട്ടിയത്? ഇവനെ കിട്ടിയത്. റൂട്ട് ഓഫ് 3RT by M. Got it? So understand that this RMS velocity, Uന്നും Vന്നും നിങ്ങൾ കാണും ബുക്സിൽ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. This RMS velocity is directly proportional to root of temperature for a given gas. Okay, for a given gas. ഒരു ഗ്യാസ് തരുകയാണെങ്കിൽ if M is constant, obviously URMS is directly proportional to root of T. കാര്യം 3R constant ആണ്, M constant ആണ്. Most probable speed ന്റെ derivation ആവശ്യമില്ല മക്കളെ. UMPS is equal to root of 2RT by M. Root of 2RT by M, that is also equal to root of 2KT by R. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇതെന്താണ്? This is molar mass. This is mass of one particle. Molar mass ഉം mass of one particle. എങ്ങനെയാണ്? How are they equal? Because this can also be written as root of R divided by Avogadro number into T divided by നിങ്ങൾ നോക്കുക മക്കളെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും if you are dividing by Avogadro number, R by Avogadro number into T divided by M by Avogadro number. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ അവോഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ? ഇപ്പൊ 1/2 ഞാൻ എടുത്തു, 1/2 ഞാൻ 1/2 ഡിവൈഡഡ് ബൈ 2/2 എന്ന് ഇട്ടാലും അത് 1/2 തന്നെയാണ് അല്ലേ മക്കളെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആറിനെ ഞാൻ അവോഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തു, എമ്മിനെ അവോഗാഡ്രോ നമ്പർ. വാട്ട് ഇസ് ദിസ് വാല്യൂ? ദിസ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് സ്മോൾ m. വാട്ട് ഇസ് R by NA? R by NA is Boltzmann's constant. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതുകൊണ്ടാണ് ആ ഫോർമുല. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഫോർമുല യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് 2RT by M അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2KT by M. ആൻഡ് ആവറേജ് സ്പീഡ് എത്രയാണ്? ആവറേജ് സ്പീഡിന്റെ ഫോർമുല കുറച്ചും കൂടി രസകരമാണ്. റൂട്ട് ഓഫ് 8RT by pi M. റൂട്ട് ഓഫ് 8RT by pi M. M, capital M, molar mass ആണ് മക്കളെ. Okay, small m is mass of one particle, mass of one molecule. That is also equal to root of 8KT by M. Okay, my dear students, ഇവിടെ നമുക്ക് ആ KM ഫോർമുല വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം മക്കളെ. ഇവിടെ നമുക്ക് KM ഫോർമുല കൊണ്ടുവരാം. KM ഫോർമുല എന്ന് വെച്ചാൽ എന്താണ് സാറേ? ഇവിടെയും നമുക്ക് വേണമെങ്കിൽ എഴുതാട്ടോ. നിങ്ങൾ വിചാരിക്കും സാർ എന്തുകൊണ്ട് ഇവിടെ മാത്രം എഴുതാട്ടെ? ഇവിടെയും എഴുതാം അത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് 3KT by M. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, പുരിയുതാ മക്കളെ, പുരിയുതാ. അപ്പോൾ ഈ ഫോർമുലാസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഈ ഫോർമുലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും RMS velocity is more than average velocity, which is in turn more than most probable velocity. നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ വാല്യൂസ് കണ്ടെത്തിക്കോളൂ. കാര്യം ടിയും എമ്മും കോൺസ്റ്റന്റ് ആണ്. ടിയും എമ്മും ആറും കോൺസ്റ്റന്റ് ആണ്. അല്ല, എന്താ പറയാ, ഈ 8ഉം 6ഉം ആറും ടിയും എമ്മും എമ്മിനെയും അവിടെ തന്നെ വെക്കുക. 6ഉം ടിയും എമ്മും എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വന്നത് റൂട്ട് 3 ആണ്, ഇവിടെ വന്നത് റൂട്ട് 2 ആണ്, ഇവിടെ വന്നത് റൂട്ട് ഓഫ് 8 by pi ആണ്. നിങ്ങൾ വാല്യൂ ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇടാൻ മടിയാണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം മക്കളെ.
ഈ റേഷ്യോ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന്റെയും ആവറേജ് സ്പീഡിന്റെയും റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെയും റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് √2 is to root of 8 by pi is to root of 3. That is 1 is to 1.128 is to 1.224. അതായത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി is the least, then comes average velocity, then comes root mean square velocity. Done. That's it. Okay, my dear students. Fine. Got it, my dear champions. വളരെയധികം important result ആണ്. Types of molecular speeds in the ഫോർമുലയും types of molecular speeds in the റേഷ്യോയും types of molecular speeds എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ എഡി ബിലാൽ മുരുകന്റെ എക്സാമ്പിൾ തന്നത് മക്കളെ. Okay, so that you understand. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ്. ഇത് ഗ്യാസസിന് വേണ്ടി മാത്രമല്ല. ആക്ച്വലി ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾ ടുഗെദർ. ഈ ടേംസ് ആവറേജ് ടേമും റൂട്ട് മീൻ സ്ക്വയർ ടേമും മോസ്റ്റ് പ്രോബബിൾ ടേമും. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെലോസിറ്റിയിലാണ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അപ്പം അതിനെ പഠിക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് എന്താണ് മക്കളെ? അടുത്തത് ഈ ഗ്രാഫിനെ കുറിച്ച് ചെറിയ കഥകൾ പറയാനുണ്ട്. ഇപ്പൊ ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ ഗ്രാഫ് നിങ്ങൾ കണ്ടില്ലേ? അതിനെക്കുറിച്ച് ചെറിയ കഥകൾ പറയാനുണ്ട് മക്കളെ. നിങ്ങൾ നോക്കുക. മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവ് സ്പീഡ് നിയർ ടു ദ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഓർ ബേസിക്കലി PMP. ഓബ്വിയസ്ലി നിങ്ങൾ ആ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഫ്രാക്ഷൻ എപ്പോഴും y ആക്സിസിലാണ്. ഈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഇസ് ഹാവിംഗ് വെലോസിറ്റീസ് നിയർ ടു ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. കണ്ട, നിങ്ങൾ നേരെ കുറച്ച് എക്സ്ട്രീം വെലോസിറ്റീസ് എടുക്കാന്ന് വിചാരിക്കുക. എക്സ്ട്രീം വെലോസിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ വെലോസിറ്റിയും വളരെ സ്പീഡുള്ള വെലോസിറ്റിയും എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ ആക്ച്വലി വളരെ ചെറുതായിരിക്കും മക്കളെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ സ്പീഡിൽ മൂവ് ചെയ്യണ മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ വളരെ ചെറുതായിരിക്കും. കണ്ട, ഇത്രേ ഉള്ളൂ ഫ്രാക്ഷൻ. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യണ മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ അതും ചെറുതായിരിക്കും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. അപ്പൊ ഈ ഷേപ്പിന്റെ അർത്ഥം, ഷേപ്പ് അനലൈസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് വളരെ അധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു. ഇവിടെ ഫ്രാക്ഷൻ ആണ്, ഇവിടെ വെലോസിറ്റി മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ലെറ്റ് us say I plot a graph at a particular temperature. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് മക്കളെ, അത് മറക്കരുത്. ലെറ്റ് us say this is T1 ടെമ്പറേച്ചർ. ഇത് T1 ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ എക്സാമിന് അവന്മാർ വേറൊരു ഗ്രാഫും കൂടി തന്നു എന്ന് വിചാരിക്കുക. ആ ഗ്രാഫ് ദേ ഇങ്ങനെ വരും. ഓക്കെ, ആ ഗ്രാഫ് ദേ ഇങ്ങനെ പോയെന്ന് വിചാരിക്കുക. ചോദ്യം എന്താന്ന് വെച്ചാൽ, സോ ദിസ് ഇസ് അറ്റ് ടെമ്പറേച്ചർ T2. ഇത് ടെമ്പറേച്ചർ T2 ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് അറ്റ് ടെമ്പറേച്ചർ T2. ചോദ്യം മറ്റൊന്നുമല്ല, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ T1 and T2? Which one is greater? Understand that T2 is greater than T1. അതെങ്ങനെ മനസ്സിലായി സാറേ? കാര്യം നിങ്ങൾ നോക്കുക. T1 ടെമ്പറേച്ചറിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വരുന്നത് ഇവിടെയാണ്. T2 ടെമ്പറേച്ചറിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വരുന്നത് ഇവിടെയാണ്. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി മാത്രമല്ല, ആവറേജ് വെലോസിറ്റി എടുത്താലും RMS വെലോസിറ്റി എടുത്താലും എല്ലാം കൂടി, എല്ലാം റൈറ്റിലോട്ട് തള്ളി. നമ്മൾ മനസ്സിലാക്കണം, വെലോസിറ്റീസ് ഇൻ എക്സ് ആക്സിസ്. ഇതിലെ ചെറിയ പണി എന്താ കിട്ടുകയെന്ന് വെച്ചാൽ, ചില പിള്ളേർ ഇരിക്കും, സാറേ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കുറഞ്ഞില്ലേ സാറേ, ഈ ഹൈറ്റ് കുറഞ്ഞില്ലേ? ഹൈറ്റ് അല്ല നോക്കണത്. ഹൈറ്റ് ജസ്റ്റ് ഗിവ്സ് യു ദ ഫ്രാക്ഷൻ. എക്സ് ആക്സിസിലാണ് വെലോസിറ്റി കിടക്കുന്നത്. ടെമ്പറേച്ചർ T1 ഇതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഏത്? ഈ പോയിന്റ്. ദിസ് ഇസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ടെമ്പറേച്ചർ T2 ഇതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആൻഡ് യു നോ ദാറ്റ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഏത് വെലോസിറ്റി എടുത്താലും ദാറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ നോക്കുക മക്കളെ, ഒബ്വിയസ്ലി T2 ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ T1. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് ഈ ഗ്രാഫ് തന്നെ നമുക്കിത് ഇങ്ങനെ ആയിക്കൂടെ സാറേ, അതായത് ഇങ്ങനെ പോയിക്കൂടെ, എന്തുകൊണ്ടാണ് ഹൈറ്റ് കുറഞ്ഞത്?
അത് വളരെ സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾക്കറിയാം ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ദിസ് ഏരിയ, ഇഫ് യു കൺസിഡർ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഒരു മിനിറ്റ് മക്കളെ, ഇഫ് യു കൺസിഡർ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അതായത് നമ്മൾ ഇതിൻ്റെ ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് will always be a constant. എന്തുകൊണ്ടാണ് സാറേ? സപ്പോസ് ദിസ് ഇസ് ടെമ്പറേച്ചർ T1, okay? This is temperature T1 and this graph is for temperature T2. This area under the graph will be a constant. എന്തുകൊണ്ടാണ്? Because if you look at the area under the graph, that is nothing but the total fraction. ഈ area under the graph എന്തായിരിക്കും? It is nothing but sum of the fractions. Sum of the fractions എപ്പോഴും constant ആയിരിക്കും. Sum of the fraction will always be ending up to 1. അല്ലേ? Yes or no? For example, 1/1000 plus 1/800 plus. Basically, നമ്മൾ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ അത് 1 എന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ y ആക്സിസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കുക. y ആക്സിസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ we'll get the total number of molecules. Total number of molecules is not changing with temperature. അല്ലെങ്കിൽ total fraction is not changing with temperature. Velocitiesലെ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ area under the graph will be a constant. Total area under the curve remains a constant at different temperature. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഹൈറ്റ് കുറഞ്ഞിട്ട് ഇതൊന്ന് സ്പ്രെഡ് ആവും. നേരെ മറിച്ച് ഹൈറ്റും കൂടുകയെന്ന് വിചാരിക്കുക. ഹൈറ്റ് കൂടുകയാണെങ്കിൽ ഏരിയയിൽ മാറ്റം വരുന്നതാണ് അതിൻ്റെ അർത്ഥം. ഹൈറ്റും കൂടി അത് റൈറ്റിലോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏരിയയിൽ മാറ്റം വന്നു എന്നാണ്. ഏരിയയിൽ മാറ്റം വരാൻ പാടില്ല. Got it? അതുകൊണ്ടാണ് മക്കളെ അതിൻ്റെ ഹൈറ്റ് കുറയുന്നത്. Yes or no, my dear champions? അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ. Got it? മനസ്സിലാക്കിയോ മക്കളെ? ഇനി ഇവിടെ നോക്കൂ. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഓക്സിജൻ്റെ എടുത്തുണ്ട്, നൈട്രജൻ്റെ എടുത്തുണ്ട്, ഹീലിയം എടുത്തുണ്ട്, H2 എടുത്തുണ്ട്. നിങ്ങൾക്കറിയാം ഈ MPS മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റീസ് നോക്കുകയാണെങ്കിൽ, ആവറേജ് വെലോസിറ്റീസ് എല്ലാം നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഓക്സിജനിൽ നിന്ന് നൈട്രജനിലേക്ക് ഈ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റീസ് കൂടി വരുന്നത്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റീസ് കൂടി വരുന്നു. അതായത് സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്, വേറൊരു ഗ്രാഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഗ്യാസ് എ എന്നുള്ളതാണ്, ഈ ഗ്രാഫ് ഗ്യാസ് ബി എന്നുള്ളതാണ്. രണ്ടും പ്ലോട്ട് ചെയ്തേക്കണ ടെമ്പറേച്ചർ T. അവർ ചോദിച്ചേക്കണത് വിച്ച് ഗ്യാസ് ഹാസ് മോർ മോളിക്കുലർ മാസ്? Which gas has more molecular mass? Gas A നാണോ കൂടുതൽ മോളിക്കുലർ മാസ്, ഗ്യാസ് ബി നാണോ? രണ്ട് ഗ്രാഫും ടെമ്പറേച്ചർ Tയിലാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഏത് ഗ്യാസിനായിരിക്കും കൂടുതൽ മോളിക്കുലർ മാസ്? വളരെ സിമ്പിളാണ് മക്കളെ. നമ്മളപ്പോൾ ആ ഫോർമുലയിലേക്ക് തിരിച്ചു പോകണം. നമുക്കറിയാം മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി അല്ലെങ്കിൽ ഏത് വെലോസിറ്റി എടുത്താലും ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ്. അതായത് മോളിക്കുലർ മാസ് ചെറുതാവുമ്പോൾ ഈ വെലോസിറ്റീസ് കൂടുന്നു. മോളിക്കുലർ മാസ് ചെറുതാവുമ്പോൾ ഈ വെലോസിറ്റീസ് കൂടുന്നു മക്കളെ. സോ ദാറ്റ് ഈസ് വൈ ഒബ്വിയസ്ലി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോളിക്കുലർ മാസ് ഓഫ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ മോളിക്കുലർ മാസ് ഓഫ് എ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ട്ടോ. അത് മറക്കരുത്. അതുകൊണ്ടാണ് ഓക്സിജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 32. നൈട്രജന്റെ എത്രയാ? N2 എത്ര? 28. കുറഞ്ഞു മോളിക്കുലർ മാസ് കുറഞ്ഞു വരിക. അതുകൊണ്ടാണ് ഈ സ്പീഡ് കൂടി വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈറ്റ് അല്ല സ്പീഡ്. Speed is in x-axis. Most probable velocity of oxygen is over here. Most probable velocity of oxygen is only over here. Most probable velocity of nitrogen is over here. Adu koodi. Most probable velocity of helium. Adu koodi. Most probable velocity of H2. Adu koodi. Adu marakkarudhu makkale. Graph inde shape marakkarudhu. Okay, my dear students. Appo ingante okka kurukku chodyangal varam. Okay, don't get trapped. Next. Distribution of molecular speeds also depends upon the molecular mass of the gas. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മോളിക്കുലർ മാസ് കുറയുന്തോറും ഈ വെലോസിറ്റീസ് കൂടും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പൊ ഈ ഗ്രാഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the fraction of molecules for versus molecular speed for oxygen, nitrogen, helium, H2 at a given temperature ആണ് ട്ടോ. At a given temperature is constant.
അല്ലെങ്കിൽ അവർക്ക് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റിയതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. വേറെ ചോദ്യം ചോദിക്കാം. ഫോർ എ ഗിവൺ ഗ്യാസ് അവർ ഗ്യാസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ മാറ്റും. അതാണ് വേറെ രീതി. ഇവിടെ രണ്ട് ഗ്രാഫ് ഉണ്ട്, പക്ഷെ ഗ്യാസ് സെയിം തന്നെയാണ്. അവിടെ 3-4 ഗ്യാസ് ഉണ്ട്, പക്ഷെ ടെമ്പറേച്ചർ സെയിം ആണ്. ഓക്കെ, ചോദ്യങ്ങൾ പലതരം വരാം. Got it? Next, the fraction of molecules having most probable speeds decreases with increase in temperature. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് മക്കളെ. 2 ടെമ്പറേച്ചർ എടുക്കുകയാണ്, T1 എടുക്കുകയാണ്, T2 എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവന്മാർ ചോദിച്ചു T1 ഉം T2 തമ്മിലുള്ള റിലേഷൻ എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ തമ്മിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? T2 is greater than T1. എങ്ങനെ മനസ്സിലാക്കി? We can say that T2ന്റെ most probable velocity is greater than T1's most probable velocity. And most probable velocity is directly proportional to root of temperature. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ MPS കൂടുന്നു. Got it? Simple logic. Done. ഇതാണ് മാക്സ്വെൽസ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനും ടൈപ്സ് ഓഫ് വെലോസിറ്റിയും. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഈ ടോപ്പിക് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. എന്താണെന്നുള്ളത് ആദ്യം മുതൽക്കേ മനസ്സിലാക്കി. Now let's get into പായസം ഉണ്ടാക്കണ്ടേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ മക്കളെ. At what temperature the RMS speed of SO2 will be equal to RMS speed of O2 at 27 degrees Celsius? 27 degrees Celsius at what temperature, അതായത് O2ന്റെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. SO2ന്റെ ടെമ്പറേച്ചർ എത്രയാക്കണം? അതിന്റെ രണ്ടുപേരുടെയും RMS സ്പീഡ് സെയിം ആക്കാനായിട്ട്. സോ ബേസിക്കലി യു നോ ദാറ്റ് URMSന്റെ ഫോർമുല എന്താ മക്കളെ? റൂട്ട് ഓഫ് 3RT by m, my dear students. Okay, so നമുക്ക് വേണ്ടത് root of 3 into R into temperature of SO2 by molecular mass of SO2 should be equal to root of 3 into R into temperature of O2 divided by molecular mass of O2. Yes or no? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആവും വീണ്ടും, അല്ലേ? സോ ബേസിക്കലി 3 into R into TSO2 divided by MSO2 should be equal to 3 into R into TO2 divided by MO2. 3R cancel ആയി പോകുന്നു. TSO2 എത്ര? ടെമ്പറേച്ചർ ഓഫ് SO2 is equal to TO2 by MO2 into MSO2. TO2 എത്ര മക്കളെ? ടെമ്പറേച്ചർ ഓഫ് O2 27 ഡിഗ്രി സെൽഷ്യസ് ആ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 300 കെൽവിൻ ആക്കിയില്ലെങ്കിൽ ഞാൻ മൂക്കിടിച്ച് വരുത്തും. MO2 എത്ര മക്കളെ? 32. SO2 എത്ര മക്കളെ? 64. സോ 32 64 പോയി 600 വരും, അല്ലേ? 600 കെൽവിൻ ഇസ് ദി ആൻസർ. നല്ല രുചികരമായ പായസം. Okay, let's move on to the next question, my dear champions. Let's move on to the next question. By what factor does the average velocity of a gaseous molecule increase when the temperature is doubled? AIPMT 2011. Temperature double ആവുമ്പോൾ എന്ത് പറ്റുന്നു? Guys, നമുക്കറിയാം ഏത് വെലോസിറ്റി എടുത്താലും average velocity ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. It is directly proportional to root of temperature. Okay? Yes or no? അപ്പോൾ നമ്മൾ പുതിയ average velocity എടുക്കുകയാണ്. പുതിയ average, as in if this is temperature, my dear students, പുതിയ average velocity will be what? Will be root of, ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഫോർമുല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഫോർമുല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ UAV is equal to root of 8RT by pi m, my dear students. Got it? New average velocity is equal to root of 8 into R into 2T by pi m. Divide this. UAV dash by UAV എത്രയാണ് മക്കളെ? This divided by this. That is nothing but TT cancel ആയി, എല്ലാം cancel ആയി പോ. You will get root 2 is to 1. Root 2 എത്ര? 1.414. That's it, my dear students. അപ്പോൾ 1.4 ആണ് ആൻസർ. വളരെ രുചികരമായ അടുത്ത പായസം.
Got it? അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പറയാം യു ആസ് എൻ ഇത് മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഫോർമുല ഇട്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരാനാണ്. യു എ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു നോ ദാറ്റ് യു എ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡബിൾ ആവുമ്പോൾ എന്താ, ടെമ്പറേച്ചർ ഡബിൾ ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി 1.4 ടൈംസ് ആവും. സിമ്പിൾ ലോജിക്. ടെമ്പറേച്ചർ 4 ഇരട്ടി ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി ഡബിൾ ആവും. ടെമ്പറേച്ചർ 100 ഇരട്ടി ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി 10 ഇരട്ടിയാവും. ബിക്കോസ് റൂട്ടാണ് വരുന്നത്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio between the root mean square speed of hydrogen at 50 Kelvin and that of O2 at 800 Kelvin. Ratio of root mean square speed of hydrogen at 50 Kelvin and that of O2 at 800 Kelvin. എൻ്റെ മക്കളെ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് മക്കളെ. What is root mean square velocity of oxygen or hydrogen, my dear students? 3 into R into temperature of hydrogen divided by molecular mass of hydrogen divided by root of 3 into R into temperature of O2 divided by molecular mass of O2. എല്ലാം കൂടെ ക്യാൻസൽ ആക്കുക. എല്ലാം കൂടെ ക്യാൻസൽ ആക്കുമ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചർ ഓഫ് H2 എത്രയാ? 50. ഓക്കെ, 50 divided by molecular mass of H2 എത്രയാ? molecular mass of H2 is basically 2. Okay, divided by root of temperature of O2 എത്രയാ? temperature of O2 is 800 divided by molecular mass of O2 എത്രയാ? molecular mass of O2 is 32. Yes or no, my dear students? So this is nothing but ഇത് എത്രയാവും മക്കളെ? ഇതെത്രയാവും മക്കളെ? ഇതെത്രയാവും മക്കളെ? And that of ratio between the root mean square speed of H2 at 50 Kelvin and that of O2 at 500 അല്ലേ, at 800. So basically this is nothing but root of 50 by 2 into 32 by 800. 32 by 800, my dear students. 16 boom, 50 by 800, 16 വരും. റൂട്ട് ഓഫ് 1 എന്ന് വരില്ലേ? റൂട്ട് ഓഫ് 1 അപ്പോൾ എത്രയാണ്? 1 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് മക്കളെ. റൂട്ട് മീൻ സ്ക്വയറിൻ്റെ ഫോർമുല എടുത്തു. യു ജസ്റ്റ് അപ്ലൈ ദാറ്റ്, യു വിൽ ഗെറ്റ് ദി ആൻസർ, മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അടുത്ത പായസം ഉണ്ടോ? അടുത്ത പായസം. The temperature of the gas is raised from 27 degrees Celsius to 927 degrees Celsius. The root mean square velocity is. The root mean square velocity is what will happen to the root mean square velocity. Guys, എല്ലാവരും നോക്കുക. പായസം നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കണ്ട. എപ്പോഴും ഞാൻ ഈ നടന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, ഇനീഷ്യൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എത്രയാ? റൂട്ട് ഓഫ് 3 into R into ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ ഇസ് 27 degrees Celsius. അപ്പോൾ ഇൻറ്റു 300 വരും by molecular mass. Got it? ഇനി പുതിയത് എത്രയാ മക്കളെ? റൂട്ട് ഓഫ് 3 into R into 927. 927 എന്ന് പറയുമ്പോൾ എത്രയാ? 927 plus 273 പിടിക്കണം. 927 plus 273 എത്രയാ? 1200 അല്ലേ? 1200 by m, my dear students. Got it? ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു ഡാഷ് ആർ എം എസ്, പുതിയ ആർ എം എസ് വെലോസിറ്റിയും പഴയ ആർ എം എസ് വെലോസിറ്റിയും ഒത്തുകൂടുമ്പോൾ എന്ത് പറ്റുന്നു? ഇത് ഡിവൈഡഡ് ബൈ ഇത് എല്ലാം ക്യാൻസൽ ആയി പോകും. യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 1200 ഡിവൈഡഡ് ബൈ 300. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡബിൾഡ്. ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുക, 27 degrees Celsius ഇസ് നത്തിങ് ബട്ട് 300. 927 degrees Celsius is nothing but 1200. 4 ഇരട്ടിയാവുന്നു ടെമ്പറേച്ചർ. ആൻഡ് യു നോ ദാറ്റ് URMS is directly proportional to root of temperature. അപ്പോൾ ടെമ്പറേച്ചർ 4 ഇരട്ടിയാവുമ്പോൾ URMS 2 ഇരട്ടിയാവും. ടെമ്പറേച്ചർ 100 ഇരട്ടിയാവുമ്പോൾ URMS 10 ഇരട്ടിയാവും. റൂട്ടാണ്. ടെമ്പറേച്ചർ എത്രയാ? 16 ഇരട്ടിയാവുമ്പോൾ URMS 4 ഇരട്ടിയാവുന്നു. സോ ബേസിക്കലി റൂട്ട് എടുത്ത് കളിക്കുക. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. ഗോട്ട് ഇറ്റ്? സോ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡി. മനസ്സിലായോ മക്കളെ?
അപ്പോൾ അവിടം കൊണ്ട് നമ്മുടെ പായസം ഉണ്ടാക്കുന്ന ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നു. ഇഷ്ടമായി അല്ലേ? ഫൈൻ. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൈ പൊക്കിയിട്ട് കാര്യമില്ല മക്കളെ, ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഡൗട്ട്സ് ചോദിക്കുക, ഡൗട്ട്സ് ചോദിച്ച് വളരുക. അതെന്തായാലും ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ അവിടെ ഉണ്ടാവും മക്കളെ. സോ പ്ലീസ് ആസ്ക് യുവർ ഡൗട്ട്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുമാത്രമല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ചാനലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പ്ലീസ് യൂസ് ദ ടെലിഗ്രാം ചാനൽ. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ജോയിൻ ദ ടെലിഗ്രാം ചാനൽ. അതിൽ കുറേ ക്വിസസ് നടക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾക്കൊരു ഡെയിലി ഒരു ഫൺ ആക്ടിവിറ്റി പോലെ ആയിരിക്കും ഇത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് ജോയിൻ ദ ടെലിഗ്രാം ചാനൽ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തേക്ക് നമ്മൾ വിട പറയുന്നു. Let us see for the next class. Till then, love you guys. Love you guys a lot. I'll see you guys for the next class.